ഹലോ ഗൈസ്, എല്ലാവർക്കും മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. തങ്ങളുടെ പക്കലുള്ള വജ്രായുധത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിൽ ആര് ജയിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീഡിയോയിലേക്ക് ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യ നാളെ ആദ്യ അംഗത്തിന് ഇറങ്ങുകയാണ്. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ ഇന്ത്യയെ ഞെട്ടിക്കാൻ ഒരു വജ്രായുധത്തെ ബംഗ്ലാ ടീം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. തങ്ങളുടെ ഷുഹൈബ് അക്തർ എന്ന് വിളിപ്പേരുള്ള യുവ പേസ് ബൗളിംഗ് സെൻസേഷൻ നഹീദ് റാണയാണ് താരം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 150 കിലോമീറ്ററിന് മുകളിൽ പന്തെറിഞ്ഞ ആദ്യത്തെ ബംഗ്ലാദേശ് ബൗളറായി അദ്ദേഹം അടുത്തിടെ മാറിയിരുന്നു. ഇനി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കെതിരെയും തീപ്പൊരി പ്രകടനത്തിന് കച്ചമുറുക്കുകയാണ് റാണ. 22-കാരനായ പേസറിൽ ബംഗ്ലാദേശ് ക്യാപ്റ്റൻ നജ്മുൾ ഷാൻഡോയ്ക്കും വലിയ പ്രതീക്ഷകളാണുള്ളത്. ഇന്ത്യക്കെതിരായ ചാമ്പ്യൻസ് ട്രോഫി പോരാട്ടത്തിൽ ബംഗ്ലാദേശിന് ജയിക്കാൻ സാധിക്കുമെന്ന് ആത്മവിശ്വാസമുള്ളതായി നായകൻ നജ്മുൾ ഹുസൈൻ ഷാൻഡോ വ്യക്തമാക്കി. വളരെ സന്തുലിതമായ ടീമാണ് തങ്ങളുടേതെന്നും ഇന്ത്യയെ വീഴ്ത്താൻ ഇത് ബംഗ്ലാദേശിനെ സഹായിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യക്കെതിരെ വളരെ നല്ല ഓർമ്മകളാണ് ഞങ്ങൾക്കുള്ളത്. അവർക്കെതിരെ ടീമിന് നല്ല സാധ്യതയുണ്ടെന്നും താൻ വിശ്വസിക്കുന്നതായി മത്സരത്തിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ ഷാൻഡോ പറഞ്ഞു. തൻ്റെ പേസർമാരിലും ഓൾറൗണ്ടർമാരിലും അദ്ദേഹം വളരെയധികം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് വളരെ മികച്ച ചില ഫാസ്റ്റ് ബൗളർമാരുണ്ട്. റാണ കളിക്കുകയാണെങ്കിൽ അവൻ സ്വന്തം ജോലി നന്നായി ചെയ്യും. സ്പിൻ, പേസ് എന്നിവയുടെ കാര്യത്തിൽ തങ്ങൾക്ക് വളരെ നല്ല ബാലൻസ് ഉണ്ടെന്നും ഷാൻഡോ വിശദീകരിക്കുകയും ചെയ്തു. അതേസമയം ബംഗ്ലാദേശിനെ 6 ടെസ്റ്റുകളും 3 ഏകദിനങ്ങളും മാത്രമേ റാണ കളിച്ചിട്ടുള്ളൂ. ടെസ്റ്റിൽ 20-ഉം ഏകദിനത്തിൽ 4 വിക്കറ്റുകളാണ് പേസറുടെ സമ്പാദ്യം. മികച്ച വേഗതയിൽ പന്തെറിയാനുള്ള മിടുക്കാണ് റാണയെ സ്പെഷ്യലാക്കി മാറ്റുന്നത്. ബംഗ്ലാദേശ് പേസ് ബൗളിങ്ങിലെ കുന്തമുനയായി ഭാവിയിൽ മാറാൻ റാണയ്ക്ക് സാധിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ബുംറയുടെ അഭാവത്തിലേക്ക് വന്നാൽ പരിക്ക് കാരണം സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ഇല്ലാതെയാണ് ഇന്ത്യൻ ടീം ചാമ്പ്യൻസ് ട്രോഫിക്കായി ദുബായിലെത്തിയിരിക്കുന്നത്. പുറംഭാഗത്തിനേറ്റ പരിക്ക് കാരണമാണ് അദ്ദേഹത്തിന് ടൂർണമെൻറ്റിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതായി വരുന്നത്. പക്ഷേ ബംഗ്ലാദേശ് ടീം ഏതെങ്കിലും താരത്തെക്കുറിച്ച് വ്യക്തിപരമായി ചിന്തിക്കുന്നില്ലെന്ന് നജ്മുൾ ഹുസൈൻ ഷാൻഡോ വ്യക്തമാക്കി. ജസ്പ്രീത് ബുംറയെക്കുറിച്ചോ മറ്റേതെങ്കിലും താരത്തെക്കുറിച്ചോ തങ്ങൾ ചിന്തിക്കുന്നില്ല. BPL അതായത് ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിൽ ചില ബാറ്റർമാർ വളരെ നന്നായി കളിച്ചിരുന്നു. ഞങ്ങൾ പൊരുത്തപ്പെടേണ്ടത് ആവശ്യമാണ്. പാകിസ്ഥാനിലേതുപോലെ വലിയ സ്കോർ പിറക്കുന്ന വേദിയാവില്ല ദുബായിലേത്. ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. ആളുകൾ വരുമെന്നും ഞങ്ങളെ പിന്തുണയ്ക്കുമെന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതായി ഷാൻഡോ കൂട്ടിച്ചേർത്തു. ചരിത്രപരമായി നോക്കിയാൽ ദുബായിലെ പിച്ചുകളിൽ വലിയ സ്കോറുകൾ പിറക്കാറില്ലെന്ന് കാണാം. ഇവിടുത്തെ ശരാശരി ഒന്നാം ഇന്നിംഗ്സ് സ്കോർ 218 റൺസാണ്. ബംഗ്ലാദേശിൻ്റെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് വന്നാൽ ക്യാപ്റ്റൻ നജ്മുൾ ഹുസൈൻ ഷാൻഡോ, സോമയ സർക്കാർ, തൻസിദ് ഹസൻ, തൗഹിദ് റിദോയ്, മുഷ്ഫിഖുർ റഹീം, മുഹമ്മദ് മഹമ്മദുള്ള, ജാക്കർ അലി ഹനിക്, മെഹ്ദി ഹസൻ മിറാസ്, റിഷാദ് ഹുസൈൻ, ടസ്കിൻ അഹമ്മദ്, മുസ്തഫിസുർ റഹ്മാൻ, പർവേസ് ഹുസൈൻ അമോൺ, നസൂം അഹമ്മദ്, തൻസീം ഹസൻ, സാക്കിബ്, നഹീദ് റാണ.